നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ +1 ചരിത്രത്തിൻ്റെ ഒരു ചോദ്യപേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എസ്എ ക്വസ്റ്റ്യനും കൂടി മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ ഇന്ന് എസ്എ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. നമുക്ക് 3 എസ്എയുടെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതിയാകും. 8 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആദ്യ ചോദ്യം നോക്കാം. ആദ്യ ചോദ്യം, വിജ്ഞാനം സംസ്കാരം എന്നീ മേഖലകളിൽ ഇസ്ലാമിൻ്റെ സംഭാവനകൾ വിശദമാക്കുക. വിജ്ഞാന സംസ്കാരം എന്നീ മേഖലകളിൽ ഇസ്ലാമിൻ്റെ സംഭാവനകൾ വിശദമാക്കുക എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഈ ചോദ്യം വരുന്നത് എസ്എ ചോദ്യമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ പരമാവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. 3-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. അത് കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് 47-ാമത്തെ പേജ്. 47-ാമത്തെ പേജിലാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ എങ്ങനെയാണ് അറേബ്യൻ ലോകത്ത് ഒരു ഭരണം ആരംഭിച്ചത്, അവിടെ പ്രവാചകൻ്റെ കാലഘട്ടം തൊട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പാരഗ്രാഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ അതിന് കൊടുക്കാം. എങ്ങനെ അറേബ്യയിൽ ഈ ഒരു ഭരണം ആരംഭിച്ചു, എന്തായിരുന്നു അതിൻ്റെ ചെറിയൊരു പ്രത്യേകത, ഒരു 4-5 വരിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് വേണം വിജ്ഞാന സംസ്കാരം എന്നീ മേഖലയിലേക്ക് കടന്നു വരാം. എസ്എ ആകുമ്പോൾ അങ്ങനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം എപ്പോഴും എല്ലാ എസ്എക്കും കൊടുക്കുക. എന്നിട്ട് പിന്നീട് നമുക്ക് എന്താണോ ചോദിച്ചത് അതിനുള്ള കൃത്യമായ ഉത്തരം കൊടുക്കുക. അപ്പോൾ ഇവിടെ വിജ്ഞാനം അതുപോലെ സംസ്കാരം എന്നീ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലാദ്യമായിട്ട് വരുന്നത് സൂഫി പ്രസ്ഥാനമാണ് ഈ മേഖലയിൽ ആദ്യമായിട്ട് വരുന്നത്. സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തെയ്യുന്നു, അത് ശക്തി ആർജിക്കുന്നത് അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. സൂഫികൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തോടും സുഖ സൗകര്യങ്ങളോടുമൊക്കെ വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആളുകളെയാണ് സൂഫികൾ എന്ന് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ദൈവത്തുമായിട്ട് അടുക്കാനുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ ദൈവമായിട്ട് ആഴത്തിലടക്കാനുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹമാണ് ദൈവമായി അടുക്കുന്നതിനുള്ള പ്രധാന മാർഗമെന്ന് അവർ പറയുന്നു. അവരെന്ത് ചെയ്യുന്നു, പരമമായ ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി സ്നേഹത്തിൻ്റെയും വികാരത്തിൻ്റെയും ഭാവങ്ങൾ ഉണർത്തുകയും സംഗീതാത്മകമായ ഏകതാളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു സൂഫി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് ഈ ഒരു എസ്എയുടെ ചോദ്യം ആരംഭിക്കാൻ. സൂഫി പ്രസ്ഥാനം, അതിൻ്റെ പ്രത്യേകതകൾ. പിന്നീട് വരുന്നത് കലാവൈജ്ഞാനിക മേഖലയിൽ, വിജ്ഞാന മേഖലയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിക ലോകത്ത് നിന്ന് ആരംഭിക്കുന്നു. അവിടെ തത്വചിന്തയിൽ വൈദ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, സാഹിത്യം, കവിത, ചരിത്രം, ഭൂമിശാസ്ത്രം, വാസ്തുവിദ്യ, പരിഭാഷ തുടങ്ങി വിവിധ മേഖലകളിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഭാവനകൾ മധ്യകാലത്തിലെ ഇസ്ലാം നൽകുന്നു. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ദൈവം, പ്രപഞ്ചം എന്നിവയെക്കുറിച്ച് ഇസ്ലാമിക തത്വചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒരു സമാന്തര വീക്ഷണം ഈ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അന്നുണ്ടായിരുന്ന ഗ്രീക്ക് ദർശനത്തിൻ്റെയും അതുപോലെ ശാസ്ത്രത്തിൻ്റെയും സ്വാധീനമാണ് ഇതിന് കാരണമായിട്ട് മാറിയത്. അതുമൂലം എന്ത് ചെയ്യുന്നു, ഗ്രീക്ക് അല്ലെങ്കിൽ സിറിയൻ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ട് അന്നത്തെ ഖലീഫമാർ, അതിനു വേണ്ടിയിട്ടുള്ള ചില പണ്ഡിതന്മാരെ അവർ നിയോഗിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന പരിഭാഷപ്പെടുത്തിയ പ്രധാനപ്പെട്ട 2 കൃതികളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ, അതുപോലെ യൂക്ലിഡിൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയുന്ന കൃതി, ടോളമിയുടെ അൽമഗസ്റ്റ് എന്ന് പറയുന്ന കൃതി. ഇത് 3മാണ് പ്രധാനമായിട്ട് പരിഭാഷപ്പെടുത്തിയിരുന്ന വിജ്ഞാന മേഖലയിൽ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നിവയിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കൃതികൾ അറബിയിലേക്ക് ഇക്കാലത്ത് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയിലുണ്ടായിരുന്ന കൃതികളും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. അവിടെ നമുക്ക് ഒരുപാട് കൃതികളും അതിൻ്റെ കർത്താക്കളും കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ആദ്യത്തെ ആൾ ഇബ്നു സീന എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വൈദ്യം, തത്വചിന്ത എന്നീ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കാനൻ ഓഫ് മെഡിസിൻ. വൈദ്യമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചികിത്സാ രംഗമായതുകൊണ്ട് തന്നെ മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഇബ്നു സീനയാണ്. അതുപോലെ അബു നവാസ്, ജുദ്ദക്കി, ഫിർദൗസി വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിർദൗസിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഷാനാമ. അതൊരു കാവ്യമാണ്, സാഹിത്യ മേഖലയിൽ ഉണ്ടായിരുന്ന കാവ്യമാണ്. പിന്നീട് അവിടെ ജാഹിസ് വരുന്നുണ്ട്, കിതാബ് അൽ ബുഗാല, ബലദുരി വരുന്നുണ്ട്, പ്രഭുക്കന്മാരുടെ വംശചരിത്രം, തബരി വരുന്നുണ്ട്, പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം. അതുപോലെ മസൂദി, മുരജ് അൽ ദഹാബ എന്ന് പറയുന്ന കൃതി, അൽ ബറൂനി വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ ബറൂനിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യ ചരിത്ര മേഖലയിൽ ഇന്ത്യ ചരിത്രം അൽ ബറൂനിയുടെ പുസ്തകമാണ്. അതുപോലെ മുഖദ്ദസി
അദ്ദേഹം ഒരു ഭൂമിശാസ്ത്ര മേഖലയിൽ കഴിവ് തെളിയിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഹസൻ അൽ തക്കാസിം എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരു 3 പുസ്തകങ്ങളുടെ പേരെങ്കിലും മിനിമം അറിഞ്ഞു വെക്കണം. ഒന്ന് ഷാനാമ എന്ന് പറയുന്നത് ഫിർദൗസിയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഷാനാമ. അതുപോലെ അൽബറൂനിയുടെ പുസ്തകം വളരെ പ്രധാനപ്പെട്ടാണ്, അൽബറൂനിയുടെ ഇന്ത്യ ചരിത്രം. അതുപോലെ ജാഹിസിൻ്റെ കിതാബ് അൽ ബുഗാല എന്ന് പറയുന്ന പുസ്തകം. ഇത്രയും പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ വാസ്തുശില്പ മേഖലയിലാണ് അടുത്തതായിട്ട് പ്രത്യേകതകൾ നമ്മൾ പറയുന്നത്. വാസ്തുശില്പത്തിൽ എന്ത് ചെയ്യുന്നു, വലിയ പ്രത്യേകതകൾ വരുന്നു. പ്രധാനമായിട്ട് അവിടുത്തെ മുസ്ലിം പള്ളികൾ, ദേവാലയങ്ങൾ, ശവകുടീരങ്ങൾ, ഇവയിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ വാസ്തുശില്പ ശൈലിയുടെ പ്രത്യേകതകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് 4 പ്രത്യേകതകളാണ് വാസ്തുശില്പത്തിൻ്റെ ഇസ്ലാമിക സംഭാവനകളായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഒന്ന്, ആ കെട്ടിടത്തിന് താഴികക്കുടങ്ങളുണ്ടാകും. 2, കമാനങ്ങളുണ്ടാകും. 3, മിനാരങ്ങളുണ്ടാകും. 4, തുറസായ നടുമുറ്റങ്ങളുണ്ടാകും. ഇത് 4ഉമാണ് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ. ഇത്രയും എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക വാസ്തുവിദ്യ കലയുടെ പ്രത്യേകതകളാണ്. ഇത് നമുക്ക് ഈ എസ്സേയുടെ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ഇസ്ലാമിക ലോകം പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ തന്നെയാണ്. അതായത് മുസ്ലിം പള്ളികളാണ് പ്രധാനമായിട്ടുള്ള കെട്ടിടം. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ പ്രത്യേകതയും നമുക്ക് വാസ്തുവിദ്യയിൽ എടുത്തു കാണാൻ സാധിക്കുന്നുണ്ട്. മേൽപ്പുര ഒരു സ്തംഭാകൃതിയിലാണ് ഉണ്ടാവുക. മേൽപ്പുര സ്തംഭാകൃതിയിലാണ്. ഓരോ പള്ളിയിലും തുറസായ നടുമുറ്റങ്ങളുണ്ടാകും. നടുമുറ്റത്ത് ഒരു ജലധാരയോ അല്ലെങ്കിൽ കുളമോ നിർബന്ധമായിരുന്നു. കമാനാകൃതിയിലുള്ള ഹാളാണ് അവിടെ ഉണ്ടായിരുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് അവിടെ പറയുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കാൻ എത്തുന്ന ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു വലിയ ഭാഗവും, അതുപോലെ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ അഥവാ ഇമാമിന് നിൽക്കാനുള്ള സ്ഥലവും ഉണ്ടാവുന്ന ഒരു നിർമ്മിതിയായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ മിഹ്റാബും മിമ്പറുമാണ് മറ്റ് 2 പ്രത്യേകതകളായിട്ട് പറയുന്നത്. നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന സ്ഥലമാണ് മിഹ്റാബ്. അതുപോലെ എന്ത് ചെയ്യുന്നു, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനാ സമയത്ത് എന്ത് ചെയ്യുന്നു, ഉദ്ബോധന പ്രസംഗം നടത്തുന്ന പീഠമാണ് മിമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാസ്തുവിദ്യ പ്രത്യേകതകൾ നമുക്ക് ഇസ്ലാമിക ലോകത്തിൻ്റെ വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ പ്രധാനമായിട്ടും കാണുന്ന അവരുടെ പള്ളികളുടെ നിർമ്മാണത്തിലാണ്. അത് നമുക്കിവിടെ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ അന്നത്തെ മറ്റു പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അവർ ധാരാളം ആശുപത്രികൾ ഉണ്ടാക്കിയിരുന്നു, മരുഭൂ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു, രാജകീയ നഗരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ എല്ലാം തന്നെ അവരുടെ നിർമ്മിതിയുടെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ അവരുടെ അറിവിൻ്റെയും അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെയും ചിഹ്നങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊന്നാണ് കാലിഗ്രാഫി. മനോഹരമായ കയ്യെഴുത്തിനെ പറയുന്ന പേരാണ് കാലിഗ്രാഫി. പ്രധാനമായിട്ട് ഖുറാൻ്റെ തന്നെ കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാലിഗ്രാഫി ഉപയോഗിച്ചിരുന്നത്. അതും നമുക്ക് ഇവരുടെ ഒരു വിജ്ഞാനത്തിൻ്റെ കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, അതിൽ പല രീതിയിലുള്ള ഡിസൈനുകൾ, ജോമെട്രിക് ഡിസൈനുകൾ, സസ്യങ്ങളുടെ ഡിസൈനുകൾ, അങ്ങനെയുള്ള ഒരു ചിത്രപ്പണികൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്തു വെക്കുന്നുണ്ട്. അതും നമുക്ക് ഈ പറയുന്ന എസ്സേയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ വിജ്ഞാന, സംസ്കാരം എന്നീ മേഖലയിൽ ഇസ്ലാമിൻ്റെ വേഗത്തുണ്ടായിരുന്ന സംഭാവനകൾ എന്ന് പറയുന്നത് ഒരുപാട് സംഭാവനകളുണ്ട്. എസ്സേ ആയതുകൊണ്ട് തന്നെ സമയം നോക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഏതൊക്കെ മേഖലയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് മാത്രമേ ഞാനിവിടെ ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മധ്യകാല യൂറോപ്പിൽ നിലനിന്ന ഫ്യൂഡലിസത്തിൻ്റെ 3 ക്രമങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുക. ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്കുണ്ട്. 5ാമത്തെ അധ്യായം ഫ്യൂഡലിസമാണ്. ഫ്യൂഡലിസത്തിൽ ഇവിടെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഫ്യൂഡലിസം പ്രധാനമായിട്ടും 3 ക്രമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്താണ് ഫ്യൂഡലിസം എന്ന് ചെറിയൊരു പാരഗ്രാഫ് കൊടുക്കുക. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഫ്യൂഡലിസം. അങ്ങനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ പറയുന്ന എസ്സേക്ക് കൊടുക്കണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നീട് ഫ്യൂഡലിസം എന്ന് പറയുന്ന പദം വന്നത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നുമാണ്. അതിൻ്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലും പിന്നീട് ഇംഗ്ലണ്ടിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ വികാസം പ്രാപിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഫ്യൂഡലിസം. അങ്ങനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നു, അവിടുത്തെ 3 ക്രമങ്ങൾ, 3 വിഭാഗങ്ങളായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ വിഭാഗം പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ, 3 കർഷകർ. ആ 3 വിഭാഗങ്ങളെക്കുറിച്ചും ഒരു 4-5 പോയിന്റ് മിനിമം എഴുതണം. ഓരോ വിഭാഗങ്ങളും, പുരോഹിതന്മാരുടെ പ്രത്യേകത, പ്രഭുക്കന്മാർ, കർഷകർ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ക്രമം എന്ന് പറയുന്നത് പുരോഹിത വിഭാഗമാണ്. ആ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിഭാഗമാണ് പുരോഹിതന്മാർ.
ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, രാജാവിനെ പോലും ആശ്രയിക്കേണ്ടതില്ലാത്ത വളരെ ശക്തമായിരുന്ന ഒരു വിഭാഗമായിരുന്ന അവിടുത്തെ യൂറോപ്പിലുണ്ടായിരുന്ന പുരോഹിത വർഗം. അവിടുത്തെ പാശ്ചാത്യ സഭയുടെ തലവൻ എന്ന് പറയുന്നത് പോപ്പാണ്. റോമിലാണ് പോപ്പ് താമസിക്കുന്നത്. പുരോഹിത വർഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കത്തോലിക്ക സഭയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും നമ്മൾ പുരോഹിത വർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, യൂറോപ്പിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സ്ഥാപനമായിരുന്നു ഒന്നാമത്തെ ക്രമം അഥവാ പുരോഹിതന്മാരെന്ന് പറയുന്ന വിഭാഗം. കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ അധികാരമുണ്ടായിരുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു ഈ ഫ്യൂഡലിസത്തിലെ ആദ്യത്തെ ക്രമം ഉണ്ടായിരുന്നത്. യൂറോപ്പിലെ ക്രിസ്ത്യൻ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ ബിഷപ്പുമാരും പുരോഹിതന്മാരുമായിരുന്നു. ഇവരാണ് ഈ ഒന്നാമത്തെ സാമൂഹ്യ ശ്രേണിയിലെ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇവർ കത്തോലിക്ക സഭയ്ക്ക് കീഴിലാണ് വന്നിരുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ വിഭാഗം പുരോഹിത വർഗം. രണ്ടാമത്തെ വിഭാഗമാണ് പ്രഭുക്കന്മാർ. പുരോഹിത വർഗത്തിൽ തന്നെ പിന്നീട് അവിടെ വേറെ തരംതിരിവുകൾ വരുന്നുണ്ട്. അവിടെ സന്യാസിമാർ വരുന്നുണ്ട്. സന്യാസി മഠവും അതിൻ്റെ പ്രത്യേകത എല്ലാം തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്തെ വർഗം പ്രഭുക്കന്മാരാണ്. ഭരണരംഗത്ത് എന്തായിരുന്നു, അവിടുത്തെ യൂറോപ്യൻ ഫ്യൂഡൽ സമൂഹത്തിലെ പുരോഹിത വർഗത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ വിഭാഗമാണ് പ്രഭുക്കന്മാർ. അവർ സാമൂഹ്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഇവർക്കുള്ളത്. കാരണം ഭൂമിയുടെ മേലുള്ള നിയന്ത്രണം, ഇവരാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാർ യഥാർത്ഥത്തിൽ. ആ നിയന്ത്രണം എന്ത് ചെയ്യുന്നു, ഇവരാണ് നോക്കി നടത്തുന്നത്. അപ്പോൾ ഇവർ സമ്പത്തിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം ഈ പ്രഭുക്കന്മാരുടെ കയ്യിലാണ്. ഇവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് സൈന്യത്തിന് രൂപീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. സ്വന്തമായി കോടതികളുണ്ടായിരുന്നു. പണം അടിച്ചിറക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു പ്രഭുവിൻ്റെ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ ആളുകളുടെയും യജമാൻ എന്ന് പറയുന്നത് ഈ പ്രഭുവായിരിക്കും. അത്രയുമാണ് പ്രഭുക്കന്മാരുടെ പ്രധാനമായിട്ടുള്ള പ്രത്യേകതകളായിട്ട് പറയുന്നത്. പിന്നീട് പ്രഭുവിൻ്റെ വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. മാനർ എന്ന് പറയുന്ന പ്രഭുവിൻ്റെ ഗൃഹം, അതിലുള്ള പ്രത്യേകത എല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നീട് അവിടെ നൈറ്റുകൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രഭുക്കന്മാർ എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ വിഭാഗം പുരോഹിതന്മാർ, രണ്ടാമത്തെ വിഭാഗം പ്രഭുക്കന്മാർ, അവരുടെ പ്രത്യേകത. മൂന്നാമത്തെ വിഭാഗമാണ് കർഷകർ. ഏറ്റവും താഴെത്തട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും സമൂഹ ശ്രേണിയിലെ ഏറ്റവും അവസാനത്തെ വിഭാഗമാണ് കർഷകർ. ഇവർ സ്വന്തമായിട്ട് ഭൂമി ഉള്ള കർഷകർ അഥവാ ഭൂമി ഇല്ലാത്ത കർഷകർ, അങ്ങനെ രണ്ട് രീതിയിലുള്ള കർഷകരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഭാഗങ്ങളെ നിലനിർത്തിയത് യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ വിഭാഗമാണ്. കാരണം ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾ ഉൽപ്പാദന രംഗത്തൊന്നും പങ്കെടുക്കുന്നില്ല. പുരോഹിതന്മാരാണെങ്കിൽ അവർ മതപരമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. പുരോഹിത വർഗം കഴിഞ്ഞ് വരുന്ന പ്രഭുക്കന്മാരെന്ത് ചെയ്യുന്നു, അവർ ഭരണരംഗത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമായി ബന്ധപ്പെട്ടാണ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ കർഷക വിഭാഗമാണ് അവിടെ ഉൽപ്പാദന രംഗത്ത്, കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഉൽപ്പാദന രംഗത്ത് കൃത്യമായിട്ട് ശ്രദ്ധ കൊടുത്തിരുന്ന ആ സമൂഹത്തിനെ തന്നെ മൂന്ന് ശ്രേണികളെ നിലനിർത്തിയിരുന്ന വിഭാഗമായിരുന്നു കർഷകർ. രണ്ട് രീതിയിലുള്ള കർഷകരെ പറയുന്നു. ഒന്ന് സ്വതന്ത്ര കർഷകർ അഥവാ കുടിയാന്മാർ, രണ്ട് അസ്വതന്ത്ര കർഷകർ അഥവാ അടിയാളർ. അങ്ങനെയുള്ള രണ്ട് കർഷകരെ പറയുന്നു. ഉൽപ്പാദന മേഖലയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിരുന്നത് മൂന്നാമത്തെ വിഭാഗമാണ്. എന്നാൽ ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒന്നും തന്നെ മൂന്നാമത്തെ വിഭാഗത്തിനുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങൾ, ഇപ്പോൾ കർഷകരാണ് മൂന്നാമത്തെ വിഭാഗം, ആ മൂന്ന് വിഭാഗം. അപ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളെയാണ് നമ്മൾ ഈ ഒരു എസ്സേയിൽ ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. ഫ്യൂഡലിസത്തിന് മൂന്ന് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തത് പുരോഹിതന്മാർ, രണ്ട് പ്രഭുക്കന്മാർ, മൂന്ന് കർഷകർ എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ എന്തൊക്കെ പോയിന്റുകൾ ഉൾപ്പെടുത്തണമെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. മൊത്തം ആൻസർ പറയുന്നത് നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 32ാമത്തെ അവസാനത്തെ ചോദ്യം, ഒന്നാം ലോക യുദ്ധം. ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിവരിക്കുക. ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. നമുക്കറിയാം, ലോകം രണ്ട് യുദ്ധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒന്നാം ലോക യുദ്ധം, രണ്ടാം ലോക യുദ്ധം. വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായമാണ് 10ാമത്തെ യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന അധ്യായം. നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ഒരു എസ്സേ വരുന്ന ഭാഗം തന്നെയാണ് യുദ്ധവും സമാധാനവും. അതിൽ നിങ്ങൾ രണ്ട് യുദ്ധങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. രണ്ട് യുദ്ധങ്ങളുടെ കാരണങ്ങളും രണ്ട് യുദ്ധങ്ങളുടെ ഫലങ്ങളും. എന്താണ് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണം, എന്താണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാരണം, അതുപോലെ ഫലങ്ങൾ എന്താണ്. ഫലം ഏറെക്കുറെ, കാരണങ്ങളും ഫലങ്ങളും രണ്ട് ലോക യുദ്ധങ്ങളുടെ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇവ തമ്മിലുള്ളൂ. നമുക്കിവിടെ നോക്കാനുള്ളത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്താണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്നാം ലോക യുദ്ധത്തിനെ കുറിച്ച് ചെറിയ രണ്ട് വരി കൊടുക്കുക. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചത് 1914 ആരംഭിച്ചത്. 1918 വരെ നീണ്ടു നിന്നിരുന്ന യുദ്ധമാണ് ഒന്നാം ലോക യുദ്ധം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തത് കൊണ്ടാണ് ഇതിനെ ഒന്നാം ലോക യുദ്ധം എന്ന് പറയുന്നത്. ഒന്നാം ലോക യുദ്ധം എന്ത് ചെയ്യുന്നു,
എല്ലാ മേഖലയിലും, കരയിലും കടലിലും ആകാശത്തും എല്ലാ മേഖലയിലും നടന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു ഒന്നാം ലോക യുദ്ധം. ഇനി ഇതിൻ്റെ കാരണങ്ങൾ. ആദ്യത്തെ കാരണം കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായിരുന്നു. യൂറോപ്പിലെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ധാരാളം കോളനികൾ നിർമ്മിച്ചിരുന്നു. നമുക്കറിയാം ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അതുപോലെയുള്ള കോളനികളാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടി യൂറോപ്പിലെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ആ മത്സരം അവർക്കിടയിൽ പതുക്കെ പതുക്കെ അവരുടെ സൗഹൃദം നഷ്ടപ്പെടുത്തുകയും അവരുടെ ഇടയിൽ തന്നെ ശത്രുത വളർത്തുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ കാരണമാണ് കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ. 2, അക്രമോത്സുകമായ ദേശീയത. നമുക്കറിയാം ദേശീയത എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിനോടുള്ള ഒരു സ്നേഹമാണ്. എന്നാൽ അത് അമിതമാകുന്ന അവസ്ഥയാണ് ഇവിടെ അക്രമോത്സുകമായ ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയത എന്ത് ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങളെയും മറ്റ് പ്രദേശങ്ങളെയും കീഴടക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് സ്വന്തം രാജ്യം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം. അതാണ് ഈ പറയുന്ന അക്രമോത്സുകമായ ദേശീയതയുടെ അടിസ്ഥാനം. രണ്ടാമത്തെ കാരണമാണ് അക്രമോത്സുകമായ ദേശീയത. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. നമ്മൾ പറഞ്ഞു ഇവരുടെ ഇടയിലുള്ള സൗഹൃദം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ ശത്രുക്കളായിട്ട് മാറി. ശത്രുക്കളായി മാറിയപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ പരസ്പരം ആക്രമിക്കുമെന്നുള്ള ഒരു ഭയം ഇവർക്ക് വരാൻ തുടങ്ങി. നിരന്തരമായിട്ട് ഇവരിങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ചില രാജ്യങ്ങളുമായി ചേർന്ന് ഇവർ ഒരു സഖ്യം, ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കി. സൈനിക സഖ്യങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ 2 സൈനിക സഖ്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് ത്രികക്ഷി സഖ്യം, 2 ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളായിരുന്നു ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ. 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത്. രണ്ടാമത്തെ വിഭാഗമായിരുന്നു, അവർക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വിഭാഗമായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദം. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ, ജപ്പാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ തന്നെ 4 രാജ്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ, ജപ്പാൻ. ഈ 2 ശക്തികൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ ഒന്നാം ലോക യുദ്ധം നടന്നത്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിലാണ് ഒന്നാം ലോക യുദ്ധം നടന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു, നാലാമത്തെ കാരണമായിട്ട് പറയുന്നത് ആ സമയത്തുണ്ടായിരുന്ന 2 പ്രതിസന്ധികൾ, അന്താരാഷ്ട്ര പ്രതിസന്ധികൾ, മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. ആ സ്ഥലത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 2 വിഭാഗങ്ങളും അത് അവർക്ക് വേണമെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലൊരു തർക്കം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. ഒന്നാം ലോക യുദ്ധം തുടങ്ങാനുള്ള ഏറ്റവും പെട്ടെന്നുള്ള കാരണം 1914 ജൂൺ 28 എന്ത് ചെയ്യുന്നു, ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സെർബിയക്കാരനായ പ്രിൻസപ്പ് എന്ന യുവാവ് വെടിവെച്ചു കൊന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ഓസ്ട്രിയയുടെ രാജാവിനെയാണ് വധിച്ചത്. പ്രിൻസപ്പ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിൽ സെർബിയക്കാരനായിട്ടുള്ളൊരു യുവാവാണ്. ഓസ്ട്രിയ എന്ന് പറയുന്നു പ്രിൻസപ്പിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റവാളിയെ വിട്ടുകിട്ടണമെന്നുണ്ടായിരുന്നു സെർബിയക്ക് നേരെ താക്കീത് നൽകുന്നു. എന്നാൽ സെർബിയയുടെ എന്ത് ചെയ്യുന്നു, സെർബിയ അതിന് അനുകൂലമായ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഏകദേശം 1 മാസത്തോളം എന്ത് ചെയ്യുന്നു, ഓസ്ട്രിയ സെർബിയക്ക് അവകാശം കൊടുക്കുന്നു. ഈ പ്രിൻസപ്പിനെ അവർക്ക് വിട്ടുകിട്ടണം, അവരുടെ കിരീടാവകാശിയെ വധിച്ച കുറ്റവാളിയാണ്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട് സെർബിയക്ക് മുകളിൽ ആസ്ട്രിയ നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സെർബിയയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ മറുപടിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, ഓസ്ട്രിയ ജൂലൈ 28 സെർബിയക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചു. സെർബിയ എന്ന് പറയുന്നത് റഷ്യ അനുകൂലമായി നിൽക്കുന്ന വിഭാഗത്തിലുള്ള രാജ്യമാണ് സെർബിയ. റഷ്യ സെർബിയയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സെർബിയ സഹായിക്കാനായിട്ട് റഷ്യയുടെ സൈന്യം വരുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, ഓസ്ട്രിയ സഹായിക്കാനായിട്ട് ജർമ്മനിയുടെ സൈന്യം വരുന്നു. പതുക്കെ 2 സഖ്യങ്ങൾ തമ്മിൽ യുദ്ധമായി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടാവാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ഒന്നാം ലോക യുദ്ധം എന്ന് പറയുന്നത്. 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക യുദ്ധം. ഇത് കൃത്യമായിട്ട് 123-ാമത്തെ പേജിൽ 123-ാമത്തെ പേജ്, ടെക്സ്റ്റ് ബുക്കിൽ 123-ാമത്തെ പേജിലാണ് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ കാരണങ്ങൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എസ്സേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഫലങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ സംഭവവികാസങ്ങളും അവിടെ എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ എസ്സേയിൽ വരുന്ന 16 മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മാർക്കിൽ വലിയൊരു മാറ്റം വരുത്താൻ ഈ എസ്സേ ഭാഗത്ത് സാധിക്കും. പിന്നെ എസ്സേ തന്നെ 2 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 2 ചോദ്യം കൃത്യമായിട്ട് എഴുതിയാൽ 16 മാർക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ 3-ാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് 3 എസ്സേ ചോദ്യങ്ങളുണ്ട്.
അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള ഏതെങ്കിലും 2 ചോദ്യങ്ങളാണ് നിങ്ങളവിടെ ആൻസറായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇത് വരുന്നത്. 1 മുതൽ എസ്സേ ചോദ്യങ്ങൾ വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഇതോടുകൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.